കൈനഗിരി അനിത വധക്കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ. കോട്ടയത്ത് യുവാവിനെ കുത്തിക്കൊന്നു. കോൺഗ്രസ് മുൻ കൗൺസിലറും മകനും അറസ്റ്റിൽ. കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. കൊച്ചിയിലെ ബാർ ആക്രമണത്തിൽ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്കറിയാം. തിരുവനന്തപുരം ആറാലുംമൂട് ശിവക്ഷേത്രം സീൽ ചെയ്ത് നഗരസഭ. നെയ്യാറ്റിൻകര നഗരസഭയുടെ നടപടി SDPIയുടെ പരാതിയിൽ. അതിക്രമിച്ചു കടക്കരുതെന്ന് കാട്ടി നോട്ടീസ്. പൂജ നടത്താനാകാതെ ഭക്തർ. അയോധ്യയിൽ ധ്വജാരോഹണ ചടങ്ങ് നാളെ. പ്രധാനമന്ത്രി പതാക ഉയർത്തും. അയോധ്യയിലും പരിസരങ്ങളിലും കനത്ത സുരക്ഷ. സമഗ്ര കവറേജുമായി മധുരത്തിന്റെ ഒരു കലവറയാണ് അയോധ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ പ്രസാദമൊക്കെ മധുരത്തോട് ചേർന്നതാണ്. നമ്മുടെ ലഡു എന്ന് പറയുന്ന മധുരത്തിന്റെ അതിന്റെ പല വിധത്തിലുള്ള വേർഷൻസ് നമ്മുടെ നാട്ടിൽ ലഡു എന്നറിയപ്പെടും. പല വിധത്തിലുള്ള വേർഷൻസ് ഇവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. വളരെ കളർഫുൾ ആണ്. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം പെഷവാറിലെ അർദ്ധസൈനിക ആസ്ഥാനത്തിനു നേരെ. 3 അർദ്ധസൈനികർ കൊല്ലപ്പെട്ടു. 2 ചാവേറുകളെ വധിച്ചു. ഗുവാഹത്തി ടെസ്റ്റിലും പിടിമുറുക്കി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 201 റൺസിന് പുറത്ത്. സന്ദർശകർക്ക് 288 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. മാർക്കോ യാൻസന് 6 വിക്കറ്റ്.